ഞാനിവിടെ FX കാർട്ടിലുള്ളത്. ഇവിടെ 3 പേരെ കണ്ടു. 3 പേർക്കും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അജ്മൽ, റിജോ, ജാഫർ. ജെ എന്നുള്ള പേരിലൊരു മാത്രമേ ഇവിടെ അങ്ങനെ അഡ്മിഷൻ എടുക്കുള്ളൂ. അങ്ങനെ എന്തൊരു പ്രത്യേകത തോന്നില്ല. അങ്ങനെയൊന്നുമില്ല, റാൻഡം ആയിട്ട് ഞങ്ങള് അജ്മൽ ഇതിനു മുമ്പ് ട്രേഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും. നമ്മൾ എന്തായാലും ഒരു സെക്കൻഡ് ഇൻകം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ അല്ല, മുമ്പ് ചെയ്തിട്ടേ ഇല്ല. ചെയ്തിട്ടേ ഇല്ല. ലൈഫിൽ എന്താ ട്രേഡിംഗ് എന്ന് അറിയില്ല. കുറെ ഗ്രാഫ് അല്ലാതെ വേറൊന്നും അറിയില്ല. അങ്ങനെ അവിടെ ഇവിടെയും കണ്ടിങ്ങനെ ഒരു ഇതുണ്ടെന്ന് അത്രേ ഉള്ളൂ, അല്ലാതെ ചെയ്തിട്ടില്ല. ആഹാ. അപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്നത് ഇവിടുന്നാണ്. അതെ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിപ്പോഴും ട്രേഡിംഗ് അറിയില്ല കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കും ഇത് പറഞ്ഞ പോലെ ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് ചോദിച്ച് ഇതിന്ന് പൈസ കിട്ടോ ഇല്ല, അതായിരുന്നു എൻ്റെ ആദ്യത്തെ കൺസേൺ. ഈ നമ്മളിപ്പോൾ പൈസ ഇട്ടാൽ തന്നെ അത് പോവോ? നമ്മൾ കുറേ കേൾക്കുന്നത് ഇങ്ങനെ സ്കാമിനെ പറ്റിയാണല്ലോ. മെല്ലെ മെല്ലെ മനസ്സിലാക്കി ഇങ്ങനെ നമുക്കും നമ്മളെ കൊണ്ടും പറ്റുന്ന കാര്യങ്ങൾ അത്ര കൺഫ്യൂസ്ഡ് അല്ല, അല്ലെങ്കിൽ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. കുറച്ചൊക്കെ നമ്മെ കൊണ്ടും. അജ്മലിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ പഠിച്ചിരുന്നു? ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പം ഈ ട്രേഡിംഗ് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒന്നും ആയിട്ടുമില്ല. എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് നോക്കി. അതെ. കാശ് പോയോ? ഇതുവരെ പോയിട്ടില്ല. അൽഹംദുലില്ലാ, കുഴപ്പമില്ലാതെ നന്നായി പോകുന്നുണ്ട്. ഇതൊരു ഓൾട്ടർനേറ്റീവ് എനിക്കായിട്ട് വേണമെങ്കിൽ സീരിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പറ്റും. നമുക്ക് അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അത്ര കഷ്ടപ്പെട്ട് എടുക്കുന്ന പോലെയല്ല. നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൈമിൽ അത്യാവശ്യം ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അത്യാവശ്യം നല്ല ഇൻകം നമുക്ക് കിട്ടും. റിജോ, ഈ ട്രേഡിംഗ്, പ്രത്യേകിച്ച് ഓൺലൈൻ ട്രേഡിംഗ് ഭയങ്കര അഡിക്ഷൻ ആണെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ. അങ്ങനെ അഡിക്ഷൻ ഉള്ള ഒരാളായിട്ട് സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ അഡിക്ഷൻ ആയിരുന്നു. അഡിഷൻ ആയിരുന്നു. ഇപ്പൊ കുറച്ച് ഇപ്പൊ ട്രേഡ് ഒക്കെ നോർമൽ ആക്കി. അതായത് പോക്കറ്റിലെ കാശൊക്കെ കുറഞ്ഞപ്പോ അഡിക്ഷനിൽ കുറച്ച് മാറ്റം. കുറച്ച് ആക്കി. അതായത് ഇപ്പൊ മുമ്പ് എവിടുന്നാ പഠിച്ചത്? ഞാൻ ഒരു കൊല്ലം മുമ്പ് ഓൺലൈനായിട്ട് പഠിച്ചായിരുന്നു. അതില് പറഞ്ഞുതരാരും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ട്രേഡ് ക്ലാസ് ആയിരുന്നു അത്. അതിൽ പിന്നെ ഫുൾ ലോസ് ആയി പോയി. പിന്നെയാണ് FX കാർട്ടിൽ വന്നത്. ഇപ്പൊ നമ്മൾ ഓരോ ട്രേഡ് മനസ്സിലാക്കിയിട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ഒരു ഉപകാരമുണ്ട്. പോകുന്നില്ല. ചെറുതായിട്ടൊക്കെ വരുന്നു. അതെ അതെ. വലിയ രീതിയിലും ഇൻകം പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഇല്ല. അതായത് നമ്മളിപ്പോ പ്രോഫിറ്റ് ആവണമെങ്കിൽ നമ്മൾ കുറച്ച് ക്ഷമ എടുത്തിട്ട് നല്ല രീതിയിൽ വാച്ച് ചെയ്ത് ചെയ്യണം. നമ്മളിപ്പോ വർക്കിന്റെ സമയത്ത് നോക്കിയിട്ട് ചെയ്താൽ ലോസ് ആയിരിക്കും. $100 ഇട്ട് 1000 പ്രതീക്ഷിക്കരുത്. ഇല്ല. 1000 ഇട്ടിട്ട് ഒരു 10-15 പ്രതീക്ഷിച്ചാണ് പ്രാക്ടീസ് ആയിട്ട്. അതെ. ജാഫറിനോട് കഴിക്കട്ടെ. ഈ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ ആരെങ്കിലും ഈ ഓൺലൈൻ ട്രേഡിങ്ങിന്റെ ആൾക്കാർ സർ ആപ്പിൾ ഇപ്പൊ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വെച്ച ഒരു 5000-10000 കിട്ടുന്നു. യെസ്, അതെ, തീർച്ചയായിട്ടും. ഞാൻ ഫസ്റ്റ് ഒരുപാടായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ സ്കാമിൻ്റെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ന്യൂസസ് ഷെയർ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ UAE ഇപ്പോഴും നമുക്കൊരു ഡെയിലി ചിലപ്പോൾ ഒരു 3 or 4 കോളുകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷെ അതിന് ഒത്തിരി കോളുകൾ വന്നു. പക്ഷെ എനിക്കിതിൻ്റെ ഒരു ബേസിക് അറിയില്ല. അങ്ങനെ പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, FX കാർട്ടിനെ അറിയുന്നതും. ഫസ്റ്റ് ഇവിടുന്ന് നമുക്ക് ഫസ്റ്റായിട്ട് എന്താണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന മുമ്പ് ഒരു ബ്രോക്കറേജറിനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു അതോറിറ്റി ഉണ്ട്. അതോറിറ്റിയിൽ ലിസ്റ്റഡ് ആണോ? നമ്മൾ വിളിക്കുന്നവരാരും ഈ സ്കാലൊന്നും ലിസ്റ്റഡ് അല്ല. അപ്പോൾ അത് മുതൽ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ബേസിക് ഫസ്റ്റായിട്ട്. ഇപ്പൊ സീറോ നോളജ് ഉള്ള ഒരാൾ ട്രേഡിംഗിലേക്ക് വരികയാണെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ സീറോ നോളജിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സീറോ എന്നാണ് ഫസ്റ്റായിട്ട് ഞാൻ ഇത് പഠിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റൂൾസ്, ബ്രോക്കർ, യെസ്, എങ്ങനെ സെലക്ട് ചെയ്യണം. നമ്മൾ ഒത്തിരി വിളിക്കുന്ന, എന്നെ ഡെയിലി ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു 100 ഇപ്പം ഇത്രയും കാലത്തിനിടെ തന്നെ ഒരു 100 ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് പലരും വിളിച്ചിട്ടുണ്ട്. അവരാരും ഈ സ്കാൻ ലിസ്റ്റഡ് അല്ല. നമുക്ക് എന്താ സ്കാൻ എന്ന് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്കാൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റെഗുലേഷനാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന അതോറിറ്റിയിൽ ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള ബ്രോക്കേഴ്സ് അത് മാക്സിമം ഒരു 16-18 ആണ് അവിടെ ലിസ്റ്റഡ് ആയിട്ടുള്ളത്. അല്ല, അത്രയാണ്. അപ്പം ഈ അതോറിറ്റിയിൽ ലിസ്റ്റഡ് ചെയ്തിട്ടുള്ളത് ആകെ ഒരു 10-16 ബ്രോക്കേഴ്സേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരും ലിസ്റ്റഡ് അല്ല. അപ്പം ഇപ്പം നമ്മൾ ആര് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, അവരെ ജസ്റ്റ് സ്കാൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ചോദിക്കും, നിങ്ങൾ ചെക്ക് ചെയ്യും. അപ്പം അവരോട് പറയും നിങ്ങൾ ലിസ്റ്റഡ് അല്ല, നമുക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് ഇപ്പോഴാണ് ഇത് മാനേജ് ചെയ്യുക. അപ്പം അറ്റ്ലീസ്റ്റ് ഞാൻ യെസ് അവർ അത്രയും കൺവിൻസ് ചെയ്യും. ഇപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ സ്കാലിൽ ലിസ്റ്റഡ് അല്ല എന്ന് പറയുമ്പോൾ അവർ പറയുമല്ലോ ഇത് ഇൻ്റർനാഷണൽ ആണല്ലോ, എന്തിനാണ് നിങ്ങൾ ലോക്കലായിട്ടുള്ള UAE ബേസ്ഡ് ആയിട്ടുള്ള സ്കാൻ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത്? അത് എൻ്റെ റിക്വയർമെൻറ്റാണ്. അപ്പോൾ നമ്മളെന്താണ് എവിടുന്നാണ് ഫസ്റ്റ് നമ്മൾ ബ്രോക്കറേജ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നല്ല നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത്രയും നോളജിൽ നിന്നാണ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നത് ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ക്രിപ്റ്റോയിലേക്കൊന്നും പോയി നോക്കിയിട്ടില്ല? ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ FX-ലാണ്, ഫോറിൻ എക്സ്ചേഞ്ചിലാണ് പോകുന്നത്. ക്രിപ്റ്റോ നല്ലൊരു സംഭവമാണ്, ഇൻഷാല്ലാ നോക്കണം. ഇന്ത്യൻ സ്റ്റോക്കിലേക്കൊക്കെ പോയി നോക്കാറുണ്ട്? ഇന്ത്യൻ സ്റ്റോക്കും ഞാനിപ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. ഇവിടെ മെൻറ്റേഴ്സിനോട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇപ്പോൾ എളുപ്പത്തിൽ എടുക്കാനും നമുക്ക് എൻട്രി കിട്ടുന്നതൊക്കെ ഫോറക്സിലായതുകൊണ്ട് അതിലാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ട്രേഡിങ്ങിലോട്ടും. റിജോ ക്രിപ്റ്റോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ക്രിപ്റ്റോയില് ഞാൻ ബിറ്റ്കോയിൻ മാത്രം ജസ്റ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട് ഇതിനൊപ്പം. എല്ലായിടത്തും. അതല്ല, ഗോൾഡും ആദ്യം പോയിട്ടുണ്ട്. ജസ്റ്റ് കൈ വെക്കാലോ. ഈ പഠിച്ചു വെച്ചിട്ട് തന്നെ ജസ്റ്റ് ക്രിപ്റ്റോയില് BTC മാത്രം, വേറെ അതിൽ വേറെ അതില്ലല്ലോ. എന്താ അറിയോ, റിജോയുടെ കേസിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ നല്ല പോക്ക് പോയതോടുകൂടിയിട്ട് പുള്ളി വളരെ ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് അത് ഇളകില്ലാതെ ഉറപ്പ് വരുത്തിയിട്ട് ഇപ്പൊ ക്രിപ്റ്റോയിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്, ചെറിയ സ്റ്റെപ്പ് വെച്ച് കൊടുത്തിട്ടുള്ള പോകണം ഇനി മുന്നോട്ട്. ഇന്ത്യയിലേക്കോ? ഇന്ത്യയിൽ പോയിട്ടില്ല. അതിരിക്കുന്ന ഇന്ത്യ ഇനിയിപ്പോ നാട്ടിൽ പോണ സമയത്ത് നോക്കാന്നല്ലാണ്ട്. കണ്ടല്ലോ, ഇതിപ്പോ 3 പേര്, അതായത് സ്റ്റോക്കിനെ കുറിച്ചോ ട്രേഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തെ FX-നെ കുറിച്ചോ ഒന്നും അറിയാത്ത ആളുകൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു ആദ്യം ഒരു സ്കില്ല് പഠിച്ചു. ഇപ്പോഴാണ് ജാഫർ പറഞ്ഞപ്പോഴാണ് എന്താ ഈ സ്കാ, എന്താ ബ്രോക്കർ എന്നൊക്കെ മനസ്സിലായി. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ, ജോലിയോടൊപ്പം തന്നെ നല്ല ഒരു ഇൻകം കിട്ടാവുന്ന ഒരു സ്രോതസ് തന്നെ, ഒരു സോഴ്സ് തന്നെയാണ്. പക്ഷെ അത് പഠിക്കണം, മനസ്സിലാവണം, നമുക്ക് വിശ്വസിക്കാവുന്ന, അതായത് ഏറ്റവും മിനിമം ഒരു അഡ്രസ് എങ്കിലും വേണമെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ പോയിട്ട് എന്റെ പൈസ എവിടെ എന്ന് ചോദിക്കാം. ഒരു ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ RM എന്ന് പറഞ്ഞിട്ട് ഒരു ആൾക്കാരുണ്ടാവും, അവരാ വഴിക്ക് ഫോൺ ചെയ്യും. പകരം ഈ റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നത്തേക്കുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന ആളുകളല്ല, നമ്മളെ ഫൈനാൻഷ്യലി ഉണ്ടായിക്കുന്ന പുതിയ സ്കില്ലിലൂടെ, പുതിയ ഒരു പുള്ളിയിലൂടെ, അതല്ലെങ്കിൽ പുതിയ ഒരു ജീവിതം നമുക്ക് തുറന്നു തരും. ആ ഒരു സ്ഥാപനത്തിലാണ് ഇന്ന് ഞാനുള്ളത്. അതിൽ 3 ആളുകളെ പറ്റിയിട്ട് താങ്ക് യു സോ മച്ച്. സാധിക്കാം.